വിജ്ഞാപനം വന്നതോടെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുകയാണ്. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുമാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ VVIP സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി 3-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തും. ഇന്നു മുതൽ അടുത്ത മാസം 4 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയപരിധി. കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും ആദ്യ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചു. അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ചു. 28-ാം തീയതി മുതൽ ഉണ്ടെങ്കിലും 28-ാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. വരും ദിവസങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്ത് താരപരിവേഷമുള്ള വയനാട് UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3-ാം തീയതി സംസ്ഥാനത്തെത്തും. അന്നു തന്നെ നാമനിർദ്ദേശ പത്രികയും രാഹുൽ സമർപ്പിക്കും. വമ്പൻ റോഡ് ഷോയോടുകൂടിയാകും രാഹുൽ ഗാന്ധി വയനാട് ലാൻഡ് ചെയ്യുക. അദ്ദേഹം നോമിനേഷൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം 3-ാം തീയതി വയനാട്ടിൽ വരുന്നുണ്ട്. അന്ന് വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ നേതാക്കളുടെ പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുക. ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികൾ അവധിയായതിനാൽ പത്രിക സമർപ്പിക്കാൻ 5 ദിവസമാകും ലഭിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.